കണ്ണൂരിൽ ദമ്പതികളെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലാളത്തിൽ പ്രേമരാജൻ, AK ശ്രീലേഖ എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എപ്പോഴായിരുന്നു സംഭവം? എപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? മരണത്തിൽ അസ്വാഭാവികതയുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ കണ്ണൂർ അലവിലെ വീട്ടിൽ ഈ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ഇവരുടെ ഡ്രൈവർ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ രണ്ടുപേരെയും പൊള്ളലേറ്റ് മരിച്ച നിലയിൽ ബെഡ്റൂമിനകത്ത് കണ്ടെത്തിയത്. ഇവരുടെ മക്കൾ ഇന്ന് ബഹ്റിനിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതായിരുന്നു. ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പോകുന്നതിന്റെ തൊട്ട് മുൻപാണ് ഡ്രൈവർ ഇത്തരത്തിൽ വീട്ടിലെത്തിയത്. ആ സമയത്താണ് ഇവർ കോളിംഗ് ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ട് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിച്ചത്. പിന്നീട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ രണ്ടുപേരെയും ഈ കിടപ്പുമുറിക്കകത്ത് പൊള്ളലേറ്റ നിലയിലാണ് കണ്ടത്. ഈ സംഭവത്തിൽ ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ മരിച്ചു കിടന്ന റൂമിനകത്ത് നിന്ന് ചുറ്റിക പോലുള്ള ഒരു വസ്തു കണ്ടെത്തിയതായുള്ള വിവരമുണ്ട്. മാത്രമല്ല ശ്രീലേഖയുടെ തലയ്ക്ക് പിറകിൽ പരിക്കേറ്റതായും കാണപ്പെടുന്നുണ്ട്. ഇവിടെ രക്തം തളം കെട്ടി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൂടി ഉള്ളതോടുകൂടി ഇതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. മന്ത്രി AK ശശീന്ദ്രന്റെ ബന്ധു കൂടിയാണ് മരിച്ച ഈ ശ്രീലേഖ. മന്ത്രി ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ്. ഏതായാലും വളപട്ടണം പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി. ഇപ്പോൾ ഫോറൻസിക് സംഘം അവിടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.